നമസ്തേ, നിങ്ങൾ കേൾക്കുന്നത് മാനവ പരിചയം. കഴിഞ്ഞ എപ്പിസോഡിൽ നാസിറിന്റെ വിശ്വസ്തനായ മെക്കാനിക്ക് ഇമ്രാൻ തന്റെ അനിയത്തി സബയുടെ ദയനീയ കഥ അവനോട് വെളിപ്പെടുത്തി. ദുബായിലെ ഒരു സമ്പന്ന വീട്ടിലെ സ്വപ്നങ്ങളുമായി യാത്ര തിരിച്ച സബയ്ക്ക് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഭയാനകമായ ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. ഭർത്താവിന്റെ മരണം, തുടർന്ന് അമ്മായിയപ്പന്റെ നീചമായ ഉദ്ദേശ്യം, ഭയാനകമായ അതിക്രമം, സബ ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ അവളുടെ അമ്മായിയപ്പൻ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പിന്നീട് അയാൾ ലജ്ജാകരമായ ഒരു ഒഴികഴിവ് പറഞ്ഞു: ഇവൾ എന്റെ മകനെ വിഴുങ്ങി. ഇതിന് പ്രതികാരം ചെയ്യാൻ ഇവളെ ഇനി ഞാൻ നിക്കാഹ് കഴിക്കും. പലായനവും കരുണയും എങ്ങനെയൊക്കെയോ അമ്മായിയമ്മയുടെ സഹായത്തോടെ സബ അവിടെ നിന്ന് രക്ഷപ്പെട്ട് സർക്കാർ ചിലവിൽ ഇന്ത്യയിൽ തിരിച്ചെത്തി. അവൾ തന്റെ മകൾ ഷനായയ്ക്ക് ഇവിടെയാണ് ജന്മം നൽകിയത്. നാസിറിന്റെ ആന്തരിക മാറ്റം ഈ കഥ കേട്ട് നാസിർ പശ്ചാത്താപത്താൽ നിറയുന്നു. സ്ത്രീ എല്ലായിടത്തും അതിക്രമങ്ങൾ സഹിക്കുകയാണെന്ന് അവനിപ്പോൾ കാണാൻ കഴിയുന്നു. പ്രായശ്ചിത്തത്തിനുള്ള അവസരം, ശിക്ഷിക്കപ്പെട്ടവനും കൺവിക്റ്റഡ് വിവാഹമോചിതനും ഫത്വ നേരിടുന്നവനുമായ നാസിർ സബയെ നോക്കുന്നു. തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള അവസരമാണിതെന്ന് അവന് തോന്നുന്നു. മുൻപ് ഒരു കാഫിറിന്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് ചിന്തിച്ചിരുന്ന അവൻ ഇപ്പോൾ സബയെ വിവാഹം കഴിച്ച് ആ കുടുംബത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. നാസിർ ഇപ്പോൾ താൻ അതിന് യോഗ്യനാണെന്ന് കരുതുന്നു. പുതിയ പ്രതീക്ഷയുടെ കിരണം നാസിറിന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു: ഇമ്രാൻ എങ്ങനെ സമ്മതിക്കും? അവന് തന്നെ ഉത്തരം ലഭിച്ചു. ഇമ്രാൻ അവളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നില്ലെങ്കിൽ സബയെക്കുറിച്ച് ഇത്ര വിശദമായി അവൻ പറയുമായിരുന്നോ? ആമുഖം: ഒരു ദിവസം നാസിറിന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന ഒഴികഴിവ് ഫലം കണ്ടു. ഇമ്രാൻ സബയെ അമ്മയെ നോക്കാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സബ ബുർഗ മാറ്റി. നാസിർ ആദ്യമായി അവളുടെ സൗന്ദര്യം കണ്ടു. ആദ്യത്തെ അധികാരം വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതിനു മുൻപ് നാസിർ സബയോട് അധികാരപൂർവ്വം അമ്മയെ ഹക്കീമിനെ, വൈദ്യൻ കൊണ്ട് ചികിത്സിക്കണമെന്ന് നിർദ്ദേശിച്ചു. സംഗീതത്തിൽ പ്രണയത്തിന്റെയും മാധുര്യത്തിന്റെയും ഭാവം അമ്മയ്ക്ക് സബ വളരെ ബുദ്ധിമതിയായി തോന്നി. നാസിറും അമ്മയും ഇപ്പോൾ വിവാഹാലോചനയ്ക്കായി കാത്തിരിക്കാൻ തുടങ്ങി. കാത്തിരിപ്പ് ഉടൻ അവസാനിച്ചു. 3-ാം ദിവസം തന്നെ ഇമ്രാൻ നാസിറിനോട് എന്താണ് പറഞ്ഞത്? ഇമ്രാൻ: ഭായി ജാൻ, എന്റെ അബ്ബുവും അമ്മയും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കണ്ടെത്താൻ കഴിയുക? കേൾക്കൂ, ദൗർഭാഗ്യത്തിന്റെ അന്ത്യം, പ്രായശ്ചിത്തത്തിന്റെ തുടക്കം, പ്രണയത്തിന്റെ പുതിയ യാത്ര മാനവ പരിചയത്തിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 14: സബയുടെ ദൗർഭാഗ്യവും നാസിറിന്റെ പ്രായശ്ചിത്തവും. സബയെ കാണാൻ ദുബായിൽ നിന്ന് ആ കുടുംബം വലിയ ആഡംബരത്തോടെയാണ് വന്നത്. സബയുടെ ഭാവി വളരെ ശോഭനമായിരിക്കുമെന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ചു. അവരുടെ വാക്കുകൾ വിശ്വസിച്ച് ഞങ്ങൾ സബയുടെ നിക്കാഹ് നടത്തി. സബ കണ്ണുകളിൽ വർണ്ണസ്വപ്നങ്ങളുമായി ഇന്ത്യയിൽ നിന്ന് വിദൂര ദേശത്തേക്ക് ദുബായിൽ യാത്രയായി. നാസിറിന്റെയും അമ്മയുടെയും ആകാംക്ഷ ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ ഇമ്രാൻ വീണ്ടും മൗനമായി. അത് പറയുമ്പോൾ അവൻ വിഷാദവാനായി. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം അവൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു: സബയുടെ ഭർത്താവിന് നേരത്തെ തന്നെ മാരകമായ ഒരു രോഗമുണ്ടായിരുന്നു. ഇവിടെ സബ ഗർഭിണിയായപ്പോൾ അവിടെ അവന്റെ രോഗം ഗുരുതരമായി. പിന്നീട് 3 മാസമേ കഴിഞ്ഞുള്ളൂ. രോഗത്തോട് മല്ലിട്ട് അവൻ ഈ ലോകം വിട്ടുപോയി. ഇതെല്ലാം കേട്ട് അമ്മ വൈകാരികമായി ഇങ്ങനെ പറഞ്ഞു: എങ്കിൽ സബയുടെ അമ്മായിയമ്മ വീട്ടുകാർ അവളുടെ പുതിയ കുടുംബം ദുബായിൽ തന്നെ ശരിയാക്കി കൊടുക്കേണ്ടതായിരുന്നു. ഇമ്രാൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് തുടർന്നു: അതേ അമ്മേ, ഈ സങ്കടവാർത്ത അറിഞ്ഞയുടനെ എങ്ങനെയൊക്കെയോ പണം സംഘടിപ്പിച്ച് ഞാൻ ദുബായിൽ പോയി. സബ അപ്പോൾ 4 മാസം ഗർഭിണിയായിരുന്നു. ഭർത്താവിന്റെ അസുഖവും മരണവും കാരണം സബയുടെ സുന്ദരമായ മുഖം വാടിപ്പോയിരുന്നു. അവളുടെ അവസ്ഥ കണ്ട് എനിക്ക് മരിക്കാൻ തോന്നി. ഞാൻ സബയ്ക്ക് ധൈര്യം നൽകി. സബയുടെ അമ്മായിയമ്മ എന്നോട് പറഞ്ഞു: സബയുടെ കുഞ്ഞിനെ ഞങ്ങൾ വളർത്തും. നല്ലൊരു കുടുംബം നോക്കി സബയെ ഞങ്ങൾ വീണ്ടും വിവാഹം കഴിപ്പിക്കും. അവരുടെ വാക്കുകളിൽ വിശ്വസിച്ച് ഞാൻ സമാധാനത്തോടെ മടങ്ങിവന്നു. ഇമ്രാൻ വീണ്ടും സംസാരം നിർത്തി. അപ്പോൾ നാസിർ ചോദിച്ചു: പിന്നെ എങ്ങനെയാണ് സബ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇവിടെ ഇന്ത്യയിലുള്ളത്? ഇമ്രാൻ മറുപടി പറഞ്ഞു: ഞാൻ ഇന്ത്യയിൽ തിരിച്ചെത്തി 1 മാസം കഴിഞ്ഞപ്പോൾ സബ അവളുടെ അമ്മായിയമ്മയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ദുബായിലെ ഇന്ത്യൻ എംബസിയിലെത്തി. ഒരാളുടെ സഹായം തേടി അവന്റെ മൊബൈലിൽ നിന്ന് സബ ഞങ്ങളെ വിളിച്ചു. കരഞ്ഞുകൊണ്ട് സബ പറഞ്ഞത് വളരെ നീചമായ കാര്യമായിരുന്നു. സബയുടെ മരിച്ച ഭർത്താവിന്റെ അച്ഛൻ സബ ഗർഭിണിയാണെന്ന് പോലും നോക്കിയില്ല. അയാൾ സബയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. സബ എതിർക്കുകയും സഹായത്തിനായി നിലവിളിക്കുകയും ചെയ്തപ്പോൾ സബയുടെ അമ്മായിയമ്മ ഓടിവന്ന് അവളെ രക്ഷിച്ചു. ഇത് കേട്ടപ്പോൾ നാസിർ ചിന്തിക്കാൻ പ്രേരിതനായി. സ്ത്രീ എല്ലായിടത്തും അതിക്രമങ്ങൾ സഹിക്കുകയാണെന്ന് അവന് തോന്നുന്നു. അവന് തന്നോട് തന്നെ പുച്ഛം തോന്നി. ആഗ്രഹിച്ചിട്ടും അവന് അവളോട് സഹതാപം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. അമ്മ പറഞ്ഞു: സബയുടെ അമ്മായിയമ്മ ഇത്രയും ധൈര്യം കാട്ടിയത് നന്നായി.
ഇമ്രാൻ തുടർന്നു. അപ്പോൾ ആ അച്ഛനിലെ പിശാച് പറഞ്ഞു, ഇവൾ എന്റെ മകനെ തിന്നു. ഇതിന് പ്രതികാരം ചെയ്യാൻ ഞാൻ ഇവളെ നിക്കാഹ് കഴിക്കും. അപ്പോൾ ഇവളും ഈ വീട്ടിൽ തന്നെ നിൽക്കും. എന്റെ മകന്റെ അനന്തരാവകാശിയും ഇവിടെ തന്നെ ഉണ്ടാകും. ഈ പുരുഷന്മാർ അവരുടെ സുഖഭോഗങ്ങൾക്കായി എന്തെല്ലാം ഒഴികിഴിവുകളാണ് കണ്ടെത്തുന്നത് എന്ന് പറയുമ്പോൾ സ്വന്തം മകനും ഇമ്രാനും പുരുഷന്മാരാണെന്ന കാര്യം അമ്മ മറന്നുപോയി. അമ്മയുടെ വാക്കിനെ അവഗണിച്ചുകൊണ്ട് ഇമ്രാൻ തുടർന്നു. അമ്മായിയമ്മയുടെ എതിർപ്പ് കാരണം അന്ന് ആ വിഷയം അവിടെ അവസാനിച്ചു. പീഡനത്തിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട സഭയ്ക്ക് മനസ്സിലായി അമ്മായിയമ്മയുടെ വാക്ക് അവിടെ അധികകാലം നടക്കില്ലെന്ന്. അവസരം നോക്കി അവൾ വീട്ടിൽ നിന്ന് ഓയിട്ടി രക്ഷപ്പെട്ട് എംബസിയിലെത്തി. ഞങ്ങളുടെ കയ്യിൽ അത്ര പണമില്ലായിരുന്നു ഞങ്ങളിൽ ആരെങ്കിലും വീണ്ടും ദുബായിൽ പോകാൻ. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി വളരെ ദയയുള്ള സ്ത്രീയാണ്. സഭയെ സർക്കാർ ചിലവിൽ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാൻ അവർ വൈകിയില്ല. സഭ തന്റെ മകൾക്ക് ഇവിടെയാണ് ജന്മം നൽകിയത്. അമ്മ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇമ്രാൻ മോനെ, മോശമായതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ചീത്തകാലം കഴിഞ്ഞു. ഇനി വരുന്ന സമയം സഭയ്ക്കും നിനക്കും നിന്റെ കുടുംബത്തിനും തീർച്ചയായും നല്ലതായിരിക്കും. ഇതിനു മറുപടിയായി ഇമ്രാൻ പറഞ്ഞു, ആമീൻ. അന്ന് രാത്രി ഇമ്രാൻ മടങ്ങിപ്പോയി. ഇമ്രാനെ ഭക്ഷണത്തിന് ക്ഷണിച്ചതും അവനെല്ലാം പറഞ്ഞതും നാസിറിന്റെ അമ്മയ്ക്ക് പുതിയൊരു ചിന്ത നൽകി. നാസിർ ശിക്ഷിക്കപ്പെട്ടവനാണെന്നതിനോടൊപ്പം അവനെതിരെ ഫത്വ ഉണ്ടെന്നും അമ്മയ്ക്ക് അറിയാമായിരുന്നു. നാസിർ ഒറ്റപ്പെട്ടു പോകുമോ എന്ന് അമ്മ എപ്പോഴും ഭയപ്പെട്ടിരുന്നു. ഇപ്പോൾ സഭയുടെ രൂപത്തിൽ നാസിറിന് ഒരു പുതിയ ഭാര്യയെ ലഭിക്കുമെന്ന് അമ്മ പ്രത്യാശിച്ചു. ജയിലിലായിരുന്നപ്പോൾ മനസ്സിലെ ശത്രുത കാരണം നാസിർ ഒരിക്കൽ പ്രതികാരം ചെയ്യാൻ ചിന്തിച്ചിരുന്നു. ജയിൽ മോചിതനായാൽ യോഗേഷു എന്ന് പേര് മാറ്റി മറ്റൊരു വിഭാഗത്തിലെ പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിക്കുമെന്ന്. കാലം മാറി, അതോടൊപ്പം നാസിറും മാറി. ഹരീഷ് ചന്ദ്രയുടെ നീതി അവന്റെ ചിന്തകളിൽ മാറ്റം വരുത്തി. ജയിൽ മോചിതനാകുന്നതിന് മുൻപേ നാസിറിന് മറ്റു വിഭാഗങ്ങളോടുള്ള ശത്രുത ഇല്ലാതായിരുന്നു. ഇമ്രാൻ സഭയുടെ കഥ പറഞ്ഞപ്പോൾ അന്ന് രാത്രി നാസിറും തന്റെ അമ്മയുടെ ചിന്തയ്ക്ക് സമാനമായ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. ഫിർദൌസുമായുള്ള വിവാഹമോചനത്തിന് ശേഷം 3 വർഷത്തെ തടവ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഏതാണ്ട് 4 വർഷമായി അവന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീ സാമീപ്യമില്ലായിരുന്നു. നാസിറിന്റെ ഭൂതകാലം കാരണം ഒരു കുടുംബവും തങ്ങളുടെ മകളെ അവന് നൽകില്ലെന്ന് തോന്നിയിരുന്നു. ഫിർദൌസിന്റെ ഉദാഹരണം നാസിറിന്റെ മുന്നിലുണ്ടായിരുന്നു. ഫിർദൌസ് ഒരു കുട്ടിയുടെ അച്ഛനെയാണ് പുനർവിവാഹം കഴിച്ചത്. ജീവിതത്തിലെ കഠിനമായ അനുഭവങ്ങളും നല്ല സാഹിത്യ വായനയും നാസിറിനെ ഇപ്പോൾ വിവേകത്തോടെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ശിക്ഷിക്കപ്പെട്ടവനും വിവാഹമോചിതനും ഫത്വയുള്ളവനുമാണെങ്കിലും നാസിർ ഇപ്പോൾ തന്നെ ഒരു യോഗ്യനായ മനുഷ്യനായി കരുതുന്നു. സ്വന്തം സമുദായത്തിൽ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുള്ളപ്പോൾ മറ്റ് സമുദായത്തിലെ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം പെൺകുട്ടികളോട് ചെയ്യുന്ന അനീതിയാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഇത് തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള അവസരമാണെന്ന് നാസിർ ചിന്തിച്ചു. മകളുടെ ഭാവി ഓർത്ത് വിഷമിക്കുന്ന ആ കുടുംബത്തിന് സഭയെ വിവാഹം കഴിക്കുന്നതിലൂടെ തുണയാകണമെന്ന് അവൻ തീരുമാനിച്ചു. ഉറങ്ങുന്നതിനു മുൻപ് നാസിറിന്റെ മനസ്സിൽ വന്ന പ്രധാന ചോദ്യം, ഇമ്രാൻ സഭയെ എനിക്ക് വിവാഹം കഴിച്ചുതരാൻ എങ്ങനെ സമ്മതിക്കുമെന്നതായിരുന്നു. അതിന് നാസിർ തന്നെ ഉത്തരം കണ്ടെത്തി. ഇമ്രാൻ അവളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നില്ലെങ്കിൽ സഭയെക്കുറിച്ച് ഇത്ര വിശദമായി അവൻ പറയുമായിരുന്നോ? ഈ ചിന്ത അന്ന് രാത്രി അവനെ മധുരസ്വപ്നങ്ങളിലേക്ക് നയിച്ചു. ഇമ്രാൻ എന്നും രാവിലെയും വൈകുന്നേരവും അവനെ കൊണ്ടുവിടാൻ വരുന്നുണ്ടായിരുന്നു. സഭയെക്കുറിച്ച് അവൻ ഒന്നും സംസാരിച്ചില്ല. നാസിറും അമ്മയും സങ്കോചം കാരണം ഒന്നും ചോദിച്ചതുമില്ല. ഒരു ദിവസം രാവിലെ നാസിർ ഇമ്രാനെ വിളിച്ചു പറഞ്ഞു, ഇമ്രാൻ, ഇന്ന് ഞാൻ വർക്ക് ഷോപ്പിലേക്ക് വരുന്നില്ല. ഇമ്രാൻ ചോദിച്ചു, എന്താണ് ബായിജാൻ? നാസിർ പറഞ്ഞു, അമ്മയ്ക്ക് ഇന്ന് പനിയാണ്. അവരെ നോക്കാൻ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇമ്രാൻ എന്തോ തീരുമാനിച്ച മട്ടിൽ പറഞ്ഞു, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ സഭയെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം. സഭ അമ്മയെ നോക്കിക്കോളും. നിങ്ങൾക്ക് എന്റെ കൂടെ വർക്ക് ഷോപ്പിലേക്ക് വരാം. വൈകുന്നേരം മടങ്ങുമ്പോൾ ഞാൻ സഭയെ വീട്ടിലേക്ക് കൂട്ടിക്കോളാം. നാസിർ മനസ്സിൽ സന്തോഷിച്ചെങ്കിലും പുറമെ പറഞ്ഞു, ഞാൻ അമ്മയോട് ചോദിക്കട്ടെ. അമ്മ പറയുന്നത് പോലെ ഞാൻ നിന്നെ വിളിക്കാം. നാസിർ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അതെ, അത് നന്നായിരിക്കും. കുറെ കാലമായി നമ്മുടെ ഈ വീട്ടിൽ ഞാൻ ഒഴികെ മറ്റൊരു സ്ത്രീയെ കണ്ടിട്ട്. സഭ വന്നാൽ അവളെ പരിചയപ്പെടുകയും ചെയ്യാം. ഒരുപക്ഷെ എന്റെ അസുഖം വേഗം മാറുകയും ചെയ്യും. അങ്ങനെ നാസിർ സഭയെ കൊണ്ടുവരാൻ ഇമ്രാനോട് സമ്മതിച്ചു. അവർ വരുന്നതിനു മുൻപ് അവൻ തന്നെ ചായയും പലഹാരങ്ങളും ഉണ്ടാക്കി. ഇമ്രാൻ സഭയുമായി വന്നപ്പോൾ സഭ ആദ്യം തന്റെ ബുർഗ മാറ്റി. അപ്പോഴാണ് നാസിറിന് സഭയെ കാണാൻ അവസരം ലഭിച്ചത്. ഇമ്രാൻ പറഞ്ഞതുപോലെ സഭ സുന്ദരിയായിരുന്നു. നാസിർ സഭയുടെ മകൾ ഷനായെ വാങ്ങി കളിപ്പിച്ചു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. പിന്നീട് വർക്ക് ഷോപ്പിലേക്ക് പോകുന്നതിനു മുൻപ് നാസിർ സഭയോട് അധികാരപൂർവ്വം നിർദ്ദേശിച്ചു, സഭ, അടുത്ത തെരുവിൽ 11 മണിക്ക് ഹക്കീം വരും. അമ്മയ്ക്ക് അയാളെ അറിയാം. നീ 11 മണിക്ക് അമ്മയെ അവിടെ കൊണ്ടുപോയി മരുന്ന് വാങ്ങി വരണം. സഭ വിനയത്തോടെ മറുപടി നൽകി, ശരി, ഞാൻ അങ്ങനെ ചെയ്യാം. നാസിർ ചോദിച്ചു, കുഞ്ഞു കാരണം നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാവുമോ? സഭ പറഞ്ഞു, ഇല്ല, ഞാൻ മാനേജ് ചെയ്തോളാം. നിങ്ങൾ വിഷമിക്കാതെ പോയിക്കോളൂ. പിന്നീട് നാസിറും ഇമ്രാനും വർക്ക് ഷോപ്പിലേക്ക് പോയി.
രാത്രി തീരുമാനിച്ചതുപോലെ ഇമ്രാൻ നാസറിനെ വീട്ടിൽ വിട്ട് സബയെയും കൂട്ടി മടങ്ങി. അന്ന് രാത്രി അമ്മ വളരെ സന്തോഷവതിയായിരുന്നു. അമ്മയുടെ പനിയും മാറി. അമ്മ നാസറിനോട് സന്തോഷത്തോടെ പറഞ്ഞു, സബ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. നാസറിന് അമ്മയുടെ ഉദ്ദേശം മനസ്സിലായെങ്കിലും അവൻ ഒന്നും മിണ്ടാതെയിരുന്നു. നാസറും അമ്മയും ഇമ്രാന്റെ കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന വരുന്നത് കാത്തിരിക്കാൻ തുടങ്ങി. അവർക്ക് അധികകാലം കാത്തിരിക്കേണ്ടി വന്നില്ല. 3-ാം ദിവസം വർക്ക്ഷോപ്പിലേക്ക് പോകുമ്പോൾ ഇമ്രാൻ നാസറിനോട് ചോദിച്ചു, ഭായി ജാൻ, എന്റെ അബ്ബുവും അമ്മിയും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ നിങ്ങൾക്ക് എപ്പോഴാണ് സമയം ലഭിക്കുക? നാസിർ മനസ്സിൽ സന്തോഷിച്ചുകൊണ്ട് പറഞ്ഞു, അവരെ കാണുന്നതിൽ എനിക്കും സന്തോഷമേയുള്ളൂ. അമ്മയോട് ചോദിച്ച് ഞാൻ നിന്നെ അറിയിക്കാം. ഇനി ഈ എപ്പിസോഡിനെക്കുറിച്ചുള്ള വിശകലനം കേൾക്കൂ. ഉപശീർഷകം: സബയുടെ ദൗർഭാഗ്യവും നാസറിന്റെ പ്രായശ്ചിത്തവും. തകർന്നുപോയ 2 ജീവിതങ്ങൾ ഒന്നിക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഈ എപ്പിസോഡ് പറയുന്നത്. ഫിർദൌസിനോട് ചെയ്ത ക്രൂരതയ്ക്ക് സബയെ സഹായിക്കുന്നതിലൂടെ പ്രായശ്ചിത്തം ചെയ്യാൻ നാസിർ ശ്രമിക്കുന്നു. 1. സബയുടെ കഥയിലെ ക്രൂരസത്യം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം വിദേശത്ത് പഠിച്ചവളും മിടുക്കിയുമായ സബ ക്രൂരമായ ശോഷണത്തിന് ഇരയായത് ദയനീയമാണ്. ഇത് ഒരു സാമൂഹിക പ്രശ്നത്തെ കൂടിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അമ്മായിയപ്പന്റെ ക്രൂരത. സബ ഗർഭിണിയായിരിക്കുമ്പോൾ പോലും അയാൾ ചെയ്തത് 6 സ്വാമ്യവ്യവസ്ഥയുടെയും കപടധാർമ്മികതയുടെയും ഉദാഹരണമാണ്. ഇത് നാസിറിന്റെ പശ്ചാത്താപം വർദ്ധിപ്പിക്കുന്നു. 2. വിവാഹം ഒരു പ്രായശ്ചിത്തമായി. നാസിർ ഇപ്പോൾ വിവാഹത്തെ കാണുന്നത് വെറുമൊരു ആഗ്രഹമായല്ല, മറിച്ച് തന്റെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഒരു വഴിയായാണ്. 3. നിശബ്ദമായ സമ്മതവും പ്രതീക്ഷയും. ഇമ്രാനും നാസിറും തമ്മിലുള്ള നിശബ്ദമായ ധാരണ കഥയെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സബയോടുള്ള നാസിറിന്റെ സമീപനവും ഇമ്രാന്റെ കുടുംബത്തിൽ നിന്നുള്ള ക്ഷണവും ശുഭകരമായ മാറ്റത്തിന്റെ സൂചനയാണ്. എപ്പിസോഡ് 14 അവസാനിച്ചു.